ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ നോക്കിയിരുന്ന അമ്മമ്മ മരിച്ചു, അപ്പൊ അത് വെച്ചാൽ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ ഞാൻ 2 വർഷത്തെ റൂമിൽ വന്നേക്കുന്നതാണ് ഇവിടെ. അപ്പൊ അപ്പത്തിന്റെ ഇതൊക്കെ ഒന്നും നിങ്ങൾ കാണിച്ചു തന്നതാ. ഞങ്ങള് കാലത്തെ ചായയുടെ അപ്പവും കഴിക്കുന്നത്. ഞങ്ങളുടെ കാലത്തെ കറിയാണ് ഇഷ്ടു. ഇത് ഞങ്ങളുടെ അപ്പമാണ്. അപ്പം നല്ല പശുമയുള്ള നല്ല അപ്പമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അപ്പമാണ്. ഇതെന്റെ ഇതെന്റെ കൂട്ടുകാരി ഷീബ. ഞാൻ 2 വർഷമായി ഇറങ്ങിയെങ്കിലും എനിക്ക് കൃത്യമായിട്ട് ഭക്ഷണം എല്ലാ ഞായറാഴ്ച എത്തിക്കുന്ന ഒരാളാണ്. ഇതെന്റെ മുത്താണ്, മുത്ത്. എല്ലാ ഞായറാഴ്ച ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ സാധനങ്ങളും കൂട്ടുകാരുടെ ചോറ് അയക്കുന്ന ഒരാളാണ്. ഇതാണ് ഞങ്ങളുടെ ഭക്ഷണം. ഞങ്ങൾ കാലത്തെ ഭക്ഷണം വെക്കും. ഈ ചോറ് ഞങ്ങൾക്ക് ചോറ് വെച്ച് കൂട്ടണതാണ്. പായസം വെക്കാനുള്ള പരിപാടിയിലാണ്. അതിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്ത് വെച്ചേക്കാണ് ഇവിടെ. പിന്നെ കുറച്ച് അടയുടെ പാക്കറ്റുകളാണിത്. ഇതെല്ലാം പാലടി ഉണ്ടാക്കണത്. അപ്പം അതിൻ്റെ പാക്കറ്റുകൾ സംഭവങ്ങളാണിത്. പിന്നെ പാല്, നാളികേരപ്പാല്, അതൊക്കെ ഇത് ചേർക്കും. പായസം ഉണ്ടാക്കാനുള്ള അട മുറിച്ച് പാത്രത്തിലേക്ക് ഇടാണ്. ഇനി വെള്ളം തിളച്ച് കഴിയുമ്പോൾ അട അതിലേക്ക് ഇട്ട് വയ്ക്കും. പിന്നെ അത് അവിടെ ഇരുന്ന് വെന്തോളും. ഒരു 10-15-20 മിനിറ്റിനുള്ളിൽ അട വേവും. അപ്പോഴേക്കും നമ്മൾ മറ്റുള്ളതെല്ലാം ശരിയാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയമുണ്ട്. അപ്പം അങ്ങനെ അട നമ്മൾ പരിപാടിയുടെ കഴിഞ്ഞ് ഞങ്ങൾ മാറ്റാണ്. ബാലൻസ് അപ്പവും കറി ഒരുപാട് വന്നു, അങ്ങോട്ട് മാറ്റാണ്. ശിവചേച്ചി രാഹുലിയാണ്. പഞ്ചസാര കുറച്ച് കാരമൽ എടുത്താണ്. കുറച്ച് 1-1.5 കിലോ പഞ്ചസാര കാരമൽ. പാലട ഇവിടെ വെച്ചോ. ഓരോന്നോരോ അതൊക്കെ മൊത്തം കൊഴടാടെ എനിക്കൊന്നും ചെയ്യാനില്ലേ.
അപ്പൊ അത് ഒഴിക്കണത് വെള്ളമുള്ളൂ വലിയ കാരമലായുമ്പോഴേ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം പിടിക്കും കുറച്ചധികം വെള്ളം ഒഴിക്കണം. തന്നെ നിന്റെ ഫോണിൽ കുറച്ച് നെയ്യും കൂടി വിടണ്. നെയ്യ് ഇടണ്. എന്നിട്ട് വെള്ളം ഒഴിക്കുന്നു. അത് പിടിച്ചിട്ട് അത് വീട് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ കട്ട പിടിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. തന്നെ ഇങ്ങനെ ഇളകി ഇളകി തന്നെ നിറച്ച് ഉരുക്കി പോന്നോളൂ കേട്ടോ. പഞ്ചസാര കാരമലായിട്ട് ഇത് ഇങ്ങനെ ശരിക്കും ഉരുക്കി വരിക. അതൊക്കെ വേണം. ഇത് ഉരുക്കി വരണം. ഉരുക്കി വന്നിട്ട് നമുക്ക് പാലൊഴിക്കാം. ഇത് പാല് നമ്മള് പകർത്തുന്നതാണ്. ഇനി ഒരു 12 ലിറ്റർ പാല് ഇപ്പൊ ഒഴിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇനി 2 ലിറ്റർ കൂടി വേറെ ഒഴിക്കിട്ട് 14 ലിറ്റർ പാലാണ് മൊത്തം ഒഴിക്കുന്നത്. അത് ഒഴിക്കുക. 2 ലിറ്റർ കൂടി ഒഴിക്കാം. പിന്നെ ഇതിനെ ഉരുക്കൂട്ട ഉരുക്കി ഇതിലേക്ക് നമുക്ക് അട ഇടാം. ഇന്ന് പായസം ഇതിൽ പൊട്ടിച്ചിടാം. വെള്ളം തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോ അട പൊട്ടിച്ചിടും കേട്ടോ. ഇന്ന് പാലടയിൽ വെക്കണം. കുട്ടികൾക്ക് ഭക്ഷണത്തിന് കൊടുക്കണം. കുറച്ച് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോ പാലട ചോറൊക്കെ വെന്തു. ചോറെല്ലാം വെന്ത് റെഡി ഇവിടെയും അവിടെ കേട്ടിരിക്കുന്നുണ്ട്. അട വെന്തു. വെള്ളത്തിലിട്ട് അതിലേക്ക് കോരി കഴുകിയിട്ട് കോരി ഇടണ്.
അതെ